സ്വാമി ശരണമയ്യപ്പ. ഞാൻ സുധീർ നമ്പൂതിരി, ശബരിമല മുൻ മേൽശാന്തി, ശ്രീ നവാമുണ്ട ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി. ഈ വരുന്ന മെയ് 3, 4, 5 തീയതികളിൽ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായി നമ്മൾ കണക്കാക്കപ്പെടുന്ന തിരൂരിലെ പാട്ടുപറമ്പ് ഭഗവതിക്കാവ് ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് നവചണ്ഡിക വിശ്വരക്ഷായാഗം നടക്കുകയാണല്ലോ. ഈ ഒരു യാഗത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അതിനെപ്പറ്റി ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു സമയം ഇതാക്കുന്നത്. നവദുർഗ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. അതിലെല്ലാം പ്രതിപാദിക്കുന്ന നവചണ്ഡികമാരിൽ അല്ലെങ്കിൽ നവദുർഗമാരിൽ പ്രധാനമായ ഒരു ദേവതാ സങ്കല്പമാണ് ചണ്ഡികാദേവി. എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ദുർഗാ സമ്പ്രദായത്തിലുള്ള ചില പൂജകൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മഹാക്ഷേത്രങ്ങളെല്ലാം പോയാൽ അവിടെ വലിയ ബലിക്കല്ല്, ചെറിയ ബലിക്കല്ല്, സപ്തമാതൃക്കൾ എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ആ സപ്തമാതൃകളിൽപ്പെട്ട ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി തുടങ്ങി സങ്കല്പത്തിലുള്ള ദേവതകളിൽ അവസാനിക്കുന്നത് ചാമുണ്ഡി എന്ന സങ്കല്പത്തിലുള്ള ദേവതകളിലാണ്. ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ രാജഭരണ കാലഘട്ടങ്ങളിൽ ഈ ഒരു ചണ്ഡികാ സമ്പ്രദായത്തിലുള്ള ദേവിയെ അല്ലെങ്കിൽ ദേവതകളെ പൂജിക്കുക വളരെ ധാരാളമായി നടന്നിരുന്നു. രാജഭരണം കഴിഞ്ഞ ശേഷം ആ ഒരു ദേവതാ പ്രാധാന്യം വളരെ വിരളമായിട്ടുള്ളൊരു ഇതായിട്ടാണ് കാണപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ദേശം അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനം തന്നെ വളരെ ആപത്തുകളും ദുരിതങ്ങളും നിറഞ്ഞതായി തീർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഇതിൻ്റെ മുന്നോടിയായി ഒരു ദേശത്തിനല്ല, ഒരു സംസ്ഥാനത്തിനല്ല, ഒരു രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ഒരു ലോകത്തിന് തന്നെ രക്ഷാകരമായിട്ട് വർത്തിക്കുന്ന ഒരു ദേവതയാണ് ചാമുണ്ഡി. ഗളൂരിക എന്നെല്ലാം ആ ഒരു സമ്പ്രദായത്തിൽ, ഖഡ്ഗമൂരിയ സമ്പ്രദായത്തിലുള്ള ദേവതയായിട്ടാണ് ചാമുണ്ഡി അല്ലെങ്കിൽ ചണ്ഡിക എന്ന ദേവതയെ പൂജിക്കുന്നത്. ആയതുകൊണ്ട് ഈ ചണ്ഡികാദേവിയുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ആ ചണ്ഡികാദേവിക്ക് ഈ ഒരു തിരൂരിലെ പാട്ടുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് കൊടുങ്ങല്ലൂരിലെ പ്രധാന അർച്ചകൻ അല്ലെങ്കിൽ മേൽശാന്തിയായ ത്രിവിക്രമൻ അടികളുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ ചണ്ഡികായാഗം നടത്തപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് എന്നല്ല, ലോകർക്ക് മുഴുവൻ ഗുണം കിട്ടുന്ന ഈ ഒരു മഹാചണ്ഡിക യാഗത്തിലേക്ക് എല്ലാവരും പങ്കാളികളാവുകയും ആയതിൻ്റെ സന്നിധിയിൽ വന്നു ചേരുകയും അതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്ന ഐശ്വര്യവും ധനധാന്യ സമൃദ്ധി എല്ലാവിധ അനുഭവങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. ആയതുകൊണ്ട് എല്ലാ സജ്ജനങ്ങളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിൽ പങ്കാളികളാകുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പങ്കുചേരുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.